Hello dears, welcome back to the channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ താഴെ വരും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഗുഡ് വൈബ്സിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫോമിങ് ഫേസ് വാഷ് ആണ്. അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. അതായത് പപ്പായ വരുന്നുണ്ട്, ലെമൺ വരുന്നുണ്ട്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന പൊമിഗ്രാനൈറ്റിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫോമിങ് ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പാരബിൻ ഫ്രീ ആണ്, അതുപോലെ നോ സൾഫേറ്റ് ആണ്, നോ മിനറൽ ഓയിലാണ്. അപ്പം സാധാ എല്ലാ ഫേസ് വാഷിലും ഈ പാരബിൻസും സൾഫേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്ന 3 കെമിക്കൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇത് വന്നിട്ട് എല്ലാ സ്കിന്നുകാർക്കും, അതായത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ടു നോർമൽ സ്കിൻസ്, അതായത് എല്ലാ സ്കിന്നുകാർക്കും, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാൻ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽസിനെയും ഇങ്ങനെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന പ്രോപ്പർട്ടി അടങ്ങിയതാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് റിജുവിനേറ്റ് ചെയ്ത് അതേപോലെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ എനിക്കിത് എല്ലാ രീതിയിലും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കെമിക്കൽ ഒന്നുമില്ല. നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ളൊരു സൂപ്പർ കെമിക്കൽ ഫ്രീ ഫേസ് വാഷ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ധൈര്യമായിട്ടും നിങ്ങളുടെ ഫ്ലേവേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സുകളും അതേപോലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ പൊമിഗ്രാനൈറ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവുന്ന പോലെ നിങ്ങൾക്കൊരു ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് തെന്നൽ തരുന്നില്ല, എന്നാൽ നമ്മുടെ ആ ഒരു ഫേസിലുള്ള ഡേർട്ടിനെയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ബോട്ടിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പമ്പിങ് ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ കുനിച്ചു പിടിച്ചിട്ട് എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് പമ്പ് ചെയ്തോളും. പിന്നെ ഇത് 150 ml ആണ് വരുന്നത്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, എനിക്ക് തോന്നുന്നു 240 സംതിങ് ആണ്. പക്ഷെ പർപ്പിളിൽ എപ്പോഴും ഓഫർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. സോ ഓൾ ടൈപ്പ് ഓഫ് സ്കിന്നിന് പറ്റിയ ഒരു സൂപ്പർ ഫേസ് വാഷ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതൊരു ഫോമിങ് ഫേസ് വാഷ് ആണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ നേരത്ത് ഇതിങ്ങനെ ഒരു പത പോലെ, അതായത് നമ്മുടെ ഷേവിങ് ക്രീം ഒക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഫോമുല കൺസിസ്റ്റൻസി ഒക്കെ വരുന്നത്. കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പത മാതിരിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. നല്ല പത പോലെ ആയിരിക്കും. എക്സാക്ട്ലി നമ്മുടെ ഷേവിങ് ക്രീം എങ്ങനെയായിരിക്കുന്നത് അതേപോലെ ആയിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. നമുക്ക് കാണുമ്പോൾ ലിക്വിഡി മാതിരി തോന്നുമെങ്കിലും നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പം ഇതൊരു ഫോം മാതിരിയാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇത് ഒത്തിരി നമ്മുടെ സാധാ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ തെന്നലൊന്നുമില്ല, ജസ്റ്റ് മൈൽഡായിട്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിരിക്കണം. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ഫ്ലേവേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ പിന്നെ ഇത് എന്താ പറയുക, 2019 ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് 2021 വരെ ഉണ്ട്. സോ 3 years ഓഫ് എക്സ്പയറി ഡേറ്റ് ഇതിനുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയേക്കുന്ന നല്ല ഗ്ലിസറിൻ, പ്യൂരിഫൈഡ് വാട്ടർ, പിന്നെ
ഗ്ലൂക്കോസൈഡ് എന്നൊക്കെ പറയുന്ന നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക്, അതായത് നാച്ചുറൽ ഫ്ലേവേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഇത്രയും പ്രൈസ് ആണെങ്കിലും എല്ലാ സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ, പിഗ്മെൻറ്റേഷനും അതേപോലെ നമ്മുടെ ആക്നെ മാർക്സിനൊക്കെ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫേസ് വാഷ് ആണ്. സോ എല്ലാവരും ഈ ഒരു ഫേസ് വാഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഇവിടെ വരെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, പക്ഷേ ഞാൻ ഇവിടെ വരെ ഏകദേശം തീർത്തിട്ടുണ്ട്. നല്ല ഫേസ് വാഷാണ്, എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പിഗ്മെൻറ്റേഷൻ, നിങ്ങൾക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഫേസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.